കുറുക്കുളി മൊയ്തീൻ MLA തിരൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ആ റോഡ് ഷോയിൽ ഒരു അതിഥിയായി ഒരു പ്രസിദ്ധ ഗായകനെ, മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഗായകനെ കണ്ടത്. അദ്ദേഹത്തോട് എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട്, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ സവിശേഷ സാഹചര്യങ്ങളെ കുറിച്ചുകൂടി നമുക്ക് ചോദിക്കാം. അങ്ങയുടെ നേതാവെന്ന് പറഞ്ഞു, അങ്ങൊരു UDF അനുഭാവിയാണോ? എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാനുള്ള കാരണം? തീർച്ചയായിട്ടും ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. അതിൻ്റെ എന്താ പറയുക, UDFന്റെ അനുഭാവിയാണ്. UDF സ്ഥാനാർത്ഥികളെല്ലാം വിജയിപ്പിക്കാനുള്ള അഭ്യർത്ഥനയായി ഞാൻ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ സജീവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഉണ്ടാവും. ഇന്ന് വന്നിരിക്കുന്നത് തിരൂർ നിയോജക മണ്ഡലത്തിലെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, ജനങ്ങളുടെ പ്രിയപ്പെട്ട ആളായിട്ടുള്ള കുറുക്കുളി മൊയ്തീൻ സാഹിബിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനാണ്. அவங்க സംസ്ഥാനത്തുടനീളം പോകുന്നുണ്ടോ? എങ്ങനെ? സംസ്ഥാനത്തുടനീളം പ്രചരണത്തിന് വേണ്ടി? അങ്ങനെയില്ല. നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള, അതിൻ്റെ ഇടയിൽ നമ്മളെ പണികൾ നോക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ ഒഴിവുള്ള ഡേറ്റിന് ഇപ്പം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. പറ്റാവുന്നിടത്തോളം നമ്മുടെ സുഹൃത്തുക്കളായ സാരഥികളൊക്കെ സഹായിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി പോകണമെന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ പാലക്കാട് രമേശ് പിഷാരടി അടക്കം മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ എതിർ പാർട്ടിയിലുള്ള ഒരു പ്രമുഖനായ നേതാവ് കോമാളി എന്നാണ് വിശേഷിപ്പിച്ചത്. വെച്ചാല് കോമഡി ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് ആ പ്രസ്താവന കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഖേദകരം, വിഷമമുള്ള കാര്യമാണ്. പക്ഷെ മൂപ്പര് അത് പിറ്റേന്ന് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പ്രസ്താവന തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിച്ചതല്ല, പറച്ചെല്ലാം അങ്ങനെ വന്നുപോയി എന്നുള്ളത് തിരുത്തിയിട്ടുണ്ട്. അത് തെറ്റായ പ്രസ്താവന, അത് ആര് പറഞ്ഞു കഴിഞ്ഞാലും. കാരണം കലാകാരന്മാർ നാടിൻ്റെ പൊതു സ്വത്താണ്. അത് മാത്രമല്ല, കലാകാരന്മാരുടെ ഒരു കോൺട്രിബ്യൂഷൻ രാഷ്ട്രീയ രംഗത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടീനെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു കാലത്ത് നാടകകലാകാരന്മാരടക്കമുള്ള, സംഗീത കലാകാരന്മാരടക്കമുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ ഇന്നും അവരുടെ പാർട്ടിയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന എത്രയോ MLA-മാരായാലും അതുപോലെ കൗൺസിലർമാരായാലും ഒക്കെ കലാകാരന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. മന്ത്രിമാർ വരില്ലേ, ഇന്നസെന്റ് മുകേഷ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിം ലീഗ് അനുഭാവി എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് ഒരു UDF സർക്കാർ ഇവിടെ അധികാരത്തിൽ വരണമെന്നാണ് അങ്ങ് പറയുന്നത് ജനങ്ങളോട്? മാറ്റങ്ങൾ വേണം. അത് ഞാൻ മാത്രം ആഗ്രഹിക്കുന്നില്ല, ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കുറേ, നമ്മളെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മാറി മാറി ഭരണം വരുമ്പോഴാണ് നാടിന് നല്ല വികസനങ്ങൾ ഉണ്ടാകുന്നത്. എന്താ പറയുക, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് സഹായകരമായ ജീവിതം, ജനാധിപത്യ ആണല്ലോ നമ്മുടെ സിസ്റ്റം. അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ 5 വർഷം കൂടുമ്പം മാറി മാറി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഒരു UDF വരാൻ പോകുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും 100% ഉറപ്പല്ലേ. ഓക്കെ, അപ്പോൾ കുറുക്കുളി മൊയ്തീൻ MLA പ്രചരണ വേദിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്. ഷാഫി കൊല്ലം അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടി എത്തിയതാണ്. ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.